ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൃത്യമായി സ്ഥലമറിയാതെ ഒരു യാത്ര ചെയ്തതിൻ്റെ വിവരണവുമായിട്ടാണ്. ആ സ്ഥലത്തിൻ്റെ കൃത്യമായ വൈബ് ആസ്വദിക്കാൻ പറ്റാതെ ഫ്ലോപ്പായിപ്പോയ ഒരു യാത്രയുടെ കഥ. നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഈവനിങ് ഹൈഡൗട്ടായ പുള്ളിലേക്കാണ്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളെക്കുറിച്ചും എനിക്ക് കാര്യമായ ധാരണയൊന്നുമില്ല. കുറേയേറെ സ്ഥലങ്ങളിൽ യാത്ര പോകാറുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ മിസ്സിംഗ് ആണ്. പുള്ളിൽ ഞങ്ങൾ ആദ്യമായി എത്തിയത് താമരക്കുളം എന്ന സ്ഥലത്താണ്. പുള്ളിൻ്റെ വൈബ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ അതങ്ങനെ ആയിരുന്നില്ല. ഇതും പുള്ളുപാടത്തെ ഒരു പ്രധാന ആക്റ്റീവ് സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കുറച്ച് അകലെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. താമരക്കുളവും വളരെ മനോഹരമായ സ്ഥലമാണ്. നോക്കത്താ ദൂരം പരന്നെടുക്കുന്ന നെൽവയലുകളും പാടശേഖരങ്ങളുടെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ആമ്പലും താമരയും നിറഞ്ഞ കുളങ്ങളോടുകൂടിയ ഒരു പ്രത്യേക വൈബ് നൽകുന്ന ഒരു സ്ഥലം. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ പാടശേഖരങ്ങൾ കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ താമരക്കുളങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ചെറു നാടൻ വഞ്ചികളിലുള്ള റൈഡ് സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരാൾക്ക് 50 രൂപ നിരക്കിൽ ആസ്വദിക്കാവുന്നതാണ്. ചെറുവഞ്ചികളിൽ താമരകൾക്കിടയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള സൺസെറ്റിൻ്റെ ദൃശ്യങ്ങളും വളരെ മനോഹരമായി തോന്നി. അത് ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു. ഇവിടുത്തെ പാടശേഖരങ്ങളിൽ ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമായി ഒരുപാട് സഞ്ചാരികൾ ഇറങ്ങിയിരിക്കുന്നത് കാണാം. ഫോട്ടോസും വീഡിയോസും റീൽസും മറ്റുമായി ഒരുപാട് സഞ്ചാരികൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതും മറ്റും കാണാവുന്നതാണ്. എൻ്റെ മക്കളും ഭാര്യയുമെല്ലാം അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്ത് പുള്ളിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നടന്നു തുടങ്ങി. പുള്ളിൻ്റെ പ്രധാന ആക്റ്റീവ് പ്ലേസുകളെല്ലാം വളരെ അടുത്തായിരിക്കുമെന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പക്ഷേ ഏകദേശം 2 കിലോമീറ്ററിലധികം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു പുള്ളിൻ്റെ പ്രധാന സ്ഥലങ്ങളിലെത്താൻ. അങ്ങോട്ട് നടക്കുന്നതിനിടയിലുള്ള പാടശേഖരങ്ങളുടെ കാഴ്ചകളും റോഡിൻ്റെ കാഴ്ചകളും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. കുറേ നടന്നിട്ടും പ്രധാന സ്ഥലങ്ങളിലേക്ക് എത്താതായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കാറെടുത്ത് അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. എങ്കിലും പാടശേഖരങ്ങളുടെയും റോഡിൻ്റെയും കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. ഹസീനയും പൊന്നും എല്ലാം പല പ്രാവശ്യം പറഞ്ഞു ഈ കാറെടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. എങ്കിലും അടുത്തായിരിക്കുമെന്നുള്ള ധാരണയിൽ ഞാൻ കാറവിടെ തന്നെ പാർക്ക് ചെയ്ത് മുന്നോട്ട് കടന്നു. പക്ഷേ കുറേ നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേയധികം നടക്കാനുണ്ട് എന്നുള്ളത്. 2 കിലോമീറ്ററിലധികം നടക്കാനുണ്ട്. അപ്പോഴേക്കും തിരികെ പോയി കാർ എടുത്ത് കൊണ്ടുവരാനുള്ള ഒരു ടൈം കഴിഞ്ഞിരുന്നു. കുറേയധികം നടന്നിരുന്നു. പിന്നെ റോഡിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട്, റോഡിൻ്റെയും പാടശേഖരങ്ങളുടെയും കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. കുറേ നടന്നപ്പോൾ ഒരു ചെളി നിറഞ്ഞ റോഡ് ഒരു പാടശേഖരത്തിന് നടുവിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ അഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. അത് വളരെ മനോഹരമായ ഒരു ദൃശ്യാനുഭൂതി നൽകിയെങ്കിലും ചെളി നിറഞ്ഞ റോഡിലൂടെ പോകാൻ ഞങ്ങൾക്ക് മതിയായിരുന്നു. വീണ്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. റോഡ് സൈഡിലെ മരങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നല്ല സീനിക് വ്യൂ നൽകുന്ന ഒരു പ്രതീതി ഉളവാക്കി.
ഇത്രയും ദൂരമുള്ള നടപ്പ് മടുപ്പുളവാക്കിയെങ്കിലും മനോഹരമായ ബാക്ക്ഗ്രൗണ്ടോടുകൂടിയ ഒരുപാട് ഫോട്ടോകളും വീഡിയോസും അസീന മോളും എടുക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയുടെ ഒരു വശത്താണ് നമ്മുടെ ലേഡി മെഗാസ്റ്റാർ മഞ്ജു വാര്യരുടെ വീട് എന്ന് കാണാൻ കഴിഞ്ഞു. അവരുടെ പ്രൈവസിയെ കരുതി ഞങ്ങൾ ആ വീടിൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തില്ല. നടക്കുന്നതിനിടയിൽ കണ്ട ഒരു മരമാണ്, വളരെ മനോഹരമായ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു മരം. വഴിയരികിൽ നിൽക്കുന്ന ഓരോ മരവും ആ വഴിക്ക് വളരെ മനോഹാരിത പകരുന്നുണ്ട്. അത് ആസ്വദിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ ദൂരം പോയപ്പോൾ ഒരു ജംഗ്ഷൻ എത്തി. ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു ജംഗ്ഷൻ. കുറച്ചുകൂടി ചെന്നപ്പോൾ അസ്തമയ സൂര്യൻ്റെ ദൃശ്യങ്ങൾ കിട്ടി. ഞങ്ങൾ പുള്ളിൻ്റെ യഥാർത്ഥ വൈബിലേക്ക് എത്താൻ വൈകിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഏകദേശം 6:30 അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ക്ലോസ് ഡൗൺ ചെയ്യും. എങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഏകദേശം 6 മണി കഴിഞ്ഞിരുന്നു. പാടശേഖരങ്ങൾക്കിടയിലൂടെയുള്ള ചെമ്മൺ പാതകളുടെ ദൃശ്യങ്ങൾ നാട്ടിൻപുറത്തിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്നതായിരുന്നു. ഏകദേശം 2 കിലോമീറ്ററിലധികം നടന്ന് ഞങ്ങൾ പുള്ളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്റ്റീവായുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം 6:30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റികളൊന്നും ആസ്വദിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏകദേശം 2 കിലോമീറ്ററിലധികം നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും കുട്ടികളും അസീനയും എല്ലാം അവശരായിരുന്നു. എത്തിയപ്പോഴാണെങ്കിലോ എല്ലാം അവസാനിച്ചിരുന്നു. എല്ലാ ആക്ടിവിറ്റീസും ക്ലോസ് ഡൗൺ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക ആക്ടിവിറ്റീസിലോ മറ്റുള്ള കാര്യങ്ങളിലോ എൻ്റർടൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇടയിൽ നിന്ന് കുറേ വീഡിയോകളും ഫോട്ടോകളും ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ കഴിഞ്ഞു കൂട്ടി. വഞ്ചി സവാരി നടക്കുന്നിടത്തെല്ലാം കൊട്ടവഞ്ചികളെല്ലാം കരക്കയറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റീസുകളുടെയും സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലൊന്നും കയറാനോ ആസ്വദിക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സ്ഥലമറിയാതെ ഇവിടെ എത്തിപ്പെട്ട ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും മറ്റ് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ വിവരിച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സമയം അവിടെയായി കറങ്ങി നടന്നു. സമയം അധികരിച്ചതിനാൽ തന്നെ ഡേലൈറ്റ് പോയത് കൊണ്ട് തന്നെ ആസ്വാദനം വളരെ കുറവായിരുന്നു. അധികം നടന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കാര്യമായി സാധിച്ചില്ല എന്നത് ഒരു നെഗറ്റീവാണ്. നല്ല രീതിയിൽ ആസ്വദിക്കാനും വീഡിയോ പകർത്താനുമായി മറ്റൊരവസരത്തിൽ എത്താം എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു. അവിടെ വരെ എത്തിയ സ്ഥിതിക്ക് കുറച്ചുകൂടി കാഴ്ചകൾ ആസ്വദിച്ചിട്ട് പോകാം എന്ന എൻ്റെ നിർബന്ധത്തിന് വഴി അസീനയും കുട്ടികളും അപ്പുറത്തേക്ക് നടന്നു. പുള്ളിൻ്റെ യഥാർത്ഥ കാഴ്ചകളും ആക്ടിവിറ്റീസും ആസ്വദിക്കാൻ പറ്റാതെ ഒരു യാത്ര അങ്ങനെ അവസാനിച്ചു. രീതിയിൽ ആസ്വദിക്കാനും ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാനുമായി
വീണ്ടും ഒരിക്കൽ കൂടി വരാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി. ഈ കാഴ്ചകളെല്ലാം തന്നെ പെട്ടെന്ന് ഓടിക്കണ്ടു തീർത്തു. ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന താമരക്കുളത്തേക്ക് പോയി. അവിടെ നിന്ന് കാറെടുത്ത് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.